ഹലോ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് ശരിക്കും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഈയൊരു പ്രക്രിയ ഉപയോഗിച്ച് നമ്മുടെ ആയുസ്സും ആരോഗ്യവും കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, അങ്ങനെ ഒരു ലളിതമായ വഴിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന പോയിന്റ്. VO2 മാക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സയൻസ് ആണെന്ന് തോന്നാം, അല്ലേ? പക്ഷെ പേടിക്കേണ്ട, ഇതിന് പിന്നിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്ന വ്യായാമങ്ങളും വളരെ ലളിതമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ റെഡിയായിക്കോളൂ. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരാൻ നമ്മളൊരു 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ VO2 മാക്സ്, എന്തിനാണ് ഇതിന് ഇത്ര പ്രാധാന്യമെന്ന് നമ്മൾ നോക്കും. പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന് വേണ്ട 4 പ്രധാന ശ്വസന രീതികൾ ഏതൊക്കെയാണ്, അതെല്ലാം ചേർത്തൊരു 10 മിനിറ്റ് റൂട്ടീനും, പിന്നെ അവസാനം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണമെന്നതിനെക്കുറിച്ചും സംസാരിക്കും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നതിനു മുൻപ് നമ്മൾ എന്തിനാണിത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ? എന്താണ് ഈ പറയുന്ന VO2 മാക്സ്? എന്തുകൊണ്ടാണ് ഡോക്ടർമാരും ഫിറ്റ്നസ് എക്സ്പേർട്സും ഒക്കെ ഇതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം ഓക്സിജൻ ഉപയോഗിക്കാൻ പറ്റും എന്നതിന്റെ ഒരു കണക്കാണിത്. ഈ സ്കോർ എത്ര കൂടുന്നോ അത്രയും നല്ലത്. കാരണം ഇത് നിങ്ങളുടെ കോശങ്ങൾക്കുള്ളിലെ പവർ ഹൗസുകളായ മൈറ്റോകോൺഡ്രിയയുടെ ഹെൽത്തിനെയാണ് കാണിക്കുന്നത്. നല്ല മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം, കൂടുതൽ ആയുസ്, അത്രയുള്ളൂ. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: വെറുതെ ശ്വാസമെടുക്കുന്നതിലൂടെ എങ്ങനെയാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകുന്നത്? ഇതിന്റെ പിന്നിലെ സയൻസ് ശരിക്കും വളരെ രസകരമാണ്, എന്നാലോ വളരെ സിമ്പിളുമാണ്. വെറും 3 സ്റ്റെപ്പുകളിലൂടെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ലേ, ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രത്യേക രീതിയിൽ ശ്വാസമെടുക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശം കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കാൻ തുടങ്ങും. അപ്പോൾ ഹൃദയത്തിന് കൂടുതൽ രക്തം പമ്പ് ചെയ്യേണ്ടി വരും. ഈ ഓക്സിജൻ നിറഞ്ഞ രക്തം നമ്മുടെ മസിൽസിലെത്തുമ്പോൾ അവയ്ക്കൊരു സിഗ്നൽ കിട്ടും: കൂടുതൽ എനർജി വേണം, അതിനായി കൂടുതൽ മൈറ്റോകോൺഡ്രിയ ഉണ്ടാക്കൂ എന്ന്. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം. നമ്മുടെ VO2 മാക്സ് കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രാണായാമ രീതികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ആ 10 മിനിറ്റ് റുട്ടീനിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഇവയാണ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ ഭസ്ത്രിക. ഇതിന് ശരിക്കും നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ ഒരു ബൂസ്റ്റർ റോക്കറ്റ് എന്ന് തന്നെ പറയാം. നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് വരുന്ന ഈ എനർജി ഫാക്ടറികളെ ഉത്തേജിപ്പിച്ചുണർത്തുന്ന ഒരു പവർഫുൾ വ്യായാമമാണിത്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നല്ല ഡീപ്പായിട്ടൊരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക, എന്നിട്ട് അത്രയും ശക്തിയായിട്ട് പുറത്തേക്ക് വിടുക. ഒരു ഋതത്തിൽ, വേഗത്തിൽ. ഇങ്ങനെ ഒരു 30-40 തവണ ചെയ്യുമ്പോൾ ഒരു സൈക്കിളാവും. ഒരു ചെറിയ റെസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ മൊത്തം 3 സൈക്കിളുകൾ ചെയ്യുക. ഇതിന്റെ ഗുണങ്ങൾ നോക്കിയേ. ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടുന്നു, ഡയഫ്രം സ്ട്രോങ് ആകുന്നു, ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടുന്നു. ഈ കാണുന്ന ഓരോ പോയിന്റും നിങ്ങളുടെ VO2 മാക്സ് കൂട്ടാൻ ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ രണ്ടാമത്തെ ടൂൾ കപാൽഭാതി. ഇത് കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കാരണം ഇത് ഫോക്കസ് ചെയ്യുന്നത് ഓക്സിജനിലല്ല, മറിച്ച് കാർബൺ ഡൈ ഓക്സൈഡിലാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ടോളറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെ ഇത് പരിശീലിപ്പിക്കും. നമ്മളിൽ പലരും വിചാരിക്കുന്നത് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനമെന്നല്ലേ? പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റിയും അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കഴിവ് കൂടുമ്പോൾ നമ്മുടെ ശരീരം ഓക്സിജനെ കൂടുതൽ എഫിഷ്യന്റായി ഉപയോഗിക്കാൻ പഠിക്കും. ഇത് നിങ്ങളുടെ സ്റ്റാമിനയുടെ ഒരു സീക്രട്ട് വെപ്പണാണെന്ന് തന്നെ പറയാം. ഓക്കെ, മൂന്നാമത്തെ ടൂൾ നാഡീശോധന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിംഗ്. തീവ്രമായൊരു വർക്കൗട്ടിനു ശേഷം നമ്മുടെ സിസ്റ്റത്തെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനും റിക്കവർ ചെയ്യാനും സഹായിക്കുന്ന ഒരു റിക്കവറി സ്വിച്ചായിട്ട് ഇതിനെ കാണാം. ഇവിടെ ഈ രണ്ടാമത്തെ പോയിന്റ് കണ്ടോ? HRV മെച്ചപ്പെടുത്തുന്നുവെന്ന്. HRV അഥവാ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ HRV കൂടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം സ്ട്രെസ്സിനെ നേരിടാൻ കൂടുതൽ സജ്ജമാണ്, കൂടുതൽ എഫിഷ്യന്റ് ആണ് എന്നാണ് അർത്ഥം. ഇത് VO2 മാക്സിനെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അവസാനത്തെയും 4ാമത്തെയും ടൂളാണ് ഉജ്ജയി പ്രാണായാമം. നമ്മുടെ ശ്വസന സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രെങ്ത് ബിൽഡറാണിത്. ഇതിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ മിലിറ്ററി ട്രെയിനിങ്ങിൽ പോലും ഇതുപയോഗിക്കാറുണ്ട്.
തൊണ്ടയുടെ ഭാഗത്ത് ഒരു ചെറിയ തടസ്സമുണ്ടാക്കിക്കൊണ്ട് നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിന് ഒരു വർക്കൗട്ട് കിട്ടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ശ്വാസകോശം വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് പോലെയാണിത്. കാലക്രമേണ ഇത് നിങ്ങളുടെ ശ്വസന വ്യവസ്ഥയെ അടിമുടി ശക്തിപ്പെടുത്തും. ശരി, അപ്പൊ നമ്മൾ ഈ 4 പവർഫുൾ ടൂൾസും പരിചയപ്പെട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് റുട്ടീനാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആർക്കും എവിടെ വെച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്ലാനാണിത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. വെറും 10 മിനിറ്റ്. ഓരോന്നിനും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആദ്യം നാഡീശോധന വെച്ച് നമ്മൾ ശരീരത്തെ ഒന്ന് വാം അപ്പ് ചെയ്യുന്നു. പിന്നെ ഭസ്ത്രിക വെച്ച് സിസ്റ്റത്തെ ഒന്ന് ഉണർത്തുന്നു, ഓക്സിജൻ ഡിമാൻഡ് കൂട്ടുന്നു. അതിനുശേഷം ഉജ്ജയി വെച്ച് മസിൽസിന് വർക്കൗട്ട് കൊടുക്കുന്നു. അവസാനം കപാൽഭാതിയിലൂടെ CO2 ടോളറൻസ് മെച്ചപ്പെടുത്തി നമ്മളിത് അവസാനിപ്പിക്കുന്നു. ഇനി കേൾക്കാൻ പോകുന്നത് ഒരുപക്ഷേ നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം. വെറും 30 ദിവസം, അതായത് 1 മാസം ഈ റുട്ടീൻ കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ VO2 മാക്സില് 10 മുതൽ 20% വരെ വർധനവുണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതൊരു ചെറിയ മാറ്റമല്ല, നിങ്ങളുടെ ആരോഗ്യത്തിലും പെർഫോമൻസിലും വരുന്ന ഒരു വലിയ കുതിച്ചുചാട്ടമാണ്. ഓക്കെ, അപ്പോൾ ബേസിക്സ് നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിൽ നിന്നും മാക്സിമം റിസൾട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് അഡീഷണൽ ടിപ്സ്, പിന്നെ എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പെട്ടെന്ന് നോക്കാം. ഈ ബ്രീതിംഗ് റുട്ടീൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് തന്നെ നല്ലതാണ്. പക്ഷേ ഇതിനെ സോൺ 2 കാർഡിയോ പോലെയുള്ള വ്യായാമങ്ങളുമായി ചേർത്താൽ റിസൾട്ട് ഇരട്ടിയാവും. ശ്വാസമെടുക്കലും വ്യായാമവും ഒരുമിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ശരീരം വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കേണ്ടത്? ഈ ടേബിൾ ഒരു നല്ല ഗൈഡാണ്. ഒരു പുരുഷനാണെങ്കിൽ 40-50 റേഞ്ചും സ്ത്രീയാണെങ്കിൽ 35-45 റേഞ്ചുമൊക്കെ ഒരു മികച്ച സ്കോറാണ്. ഇതിലേക്ക് എത്താനായി നമുക്ക് ലക്ഷ്യം വെക്കാം. ഇത് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷനും തരും. അപ്പോ നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ഏറ്റവും പവർഫുൾ ആയ ഒരു ടൂളാണ് നിങ്ങളുടെ ശ്വാസം. നിങ്ങളുടെ ആരോഗ്യത്തിലും ആയുസ്സിലും ഒരു വലിയ മാറ്റം വരുത്താൻ ഈ ഒരു 10 മിനിറ്റ് മതി. അപ്പോ ആ ഒരു മാറ്റത്തിനായി ഇന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ?